ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട് വേണ്ട വിധത്തിൽ സമയം കിട്ടാറില്ല. അത് കാരണമാണ്. എങ്കിലും ഞാൻ ഇന്നിപ്പം എന്താ പറയുക, നമ്മുടെ ഒരു നാടൻ തക്കാളി രസം വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അടുത്തടുപ്പിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അധികം പറഞ്ഞ് വലിച്ച് നീട്ടിക്കൊണ്ട് പോകാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ 2 ടൊമാറ്റോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു 3 സ്പൂണ് 3-4 സ്പൂണ് ചെറിയ സ്പൂണിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിവിടെ കുതിർത്ത് വെച്ചിരിക്കുക. ഈ പരിപ്പ്, തക്കാളി, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ നല്ലപോലൊക്കെ വേവിച്ച് ഉടച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഈ തക്കാളി, അതുപോലെ എടുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഏതും ആകാം കേട്ടോ. ഞാനിതിവിടെ ചുമന്ന റോസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതെടുത്ത് ഏത് പരിപ്പ് വേണേലും എടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ 2 ടൊമാറ്റോ, പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും വെള്ളവും ഒഴിച്ച് ഇത് നല്ലപോലൊക്കെ വേവിച്ച് തക്കാളിയും പരിപ്പും എല്ലാം നല്ലപോലൊക്കെ വെന്ത് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ വേകാനായിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പും കൂടെ അടച്ച് നമുക്ക് വെക്കാം. അപ്പോൾ അതവിടെ ഇന്ന് വേകുന്ന നേരം കൊണ്ട് നമ്മുടെ ചെറിയ ഉള്ളി, ഇത്ര ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പിഴുപുള്ളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്, കുരുമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിന് ക്ലീൻ ചെയ്ത് ചതച്ചെടുക്കണം. നമ്മുടെ പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നല്ലപോലൊക്കെ ഉടച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ പരിപ്പ്, ടൊമാറ്റോ എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് രസം വെക്കാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് അടപ്പിൽ വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണയും കടുകും ഒക്കെ പൊട്ടിച്ച് എടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണം. ഇത് ഒരു ഇച്ചിരി ചെറിയ ജീരകം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കടുകിൻ്റെ കൂട്ടത്തിൽ അതിവിടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി ചതച്ചത്, 2 വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കറിവേപ്പിലയും കൂടെ 2 തണ്ട് നമ്മൾ ഊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശകല ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് വഴന്ന് മൂത്ത് കിട്ടും. കുറച്ച് ഉപ്പ് നമ്മൾ പരിപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. നോക്കിയതിന് ശേഷം പുളിവെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയതിന് ശേഷം ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏറെക്കുറെ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഈ കുരുമുളക് ചതച്ച് വെച്ചത് ഒരു 2.5 സ്പൂണ് കുരുമുളക് പൊടിച്ചിട്ടില്ല, ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കുക. ഉലുവാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പ് വേവിക്കാൻ നേരത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. നല്ല എരിയുള്ള മുളകായതുകൊണ്ട് തന്നെ ഒരു 1.25 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി ഒക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക്, ഇതിൻ്റെയൊക്കെ എരിയാവുമ്പോഴത്തേന് ആവശ്യത്തിന് എരിയാവും.
അപ്പോൾ നമ്മൾ എത്രത്തോളം രസം വെക്കുന്നു അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരിച്ചൊഴിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കായപ്പൊടിയൊക്കെ പിന്നെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പരിപ്പ് ടൊമാറ്റോ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പും ടൊമാറ്റോയും ഉടച്ചത് നമ്മുടെ പുളിവെള്ളം എല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഇതുപോലെ ടൈറ്റായിട്ടിരിക്കരുത്, അറിയാമല്ലോ രസം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ പരിപ്പിൻ്റെ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടല്ലോ, കണ്ടോ, ഇതുപോലെ നല്ല തിക്നെസ് കുറഞ്ഞ് ലൂസായിട്ട് നിൽക്കണം. എന്നാൽ ഈ പരിപ്പ് നമ്മുടെ ടൊമാറ്റോയും കൂടെ ഇതുപോലെ വേവിച്ച് ചേർത്തത് കൊണ്ട് രസത്തിന് നല്ല ടേസ്റ്റായിരിക്കും. ഇതിന് നല്ലപോലൊക്കെ തിളച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ മല്ലിയില, കറിവേപ്പില, കായപ്പൊടി എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലൊക്കെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പിട്ടിരുന്നു. ഉള്ളി വഴറ്റാൻ നേരത്തെ ശകലം ഉപ്പിട്ടു. പരിപ്പ് ടൊമാറ്റോയും കൂടെ വേവിക്കാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഉപ്പ് നോക്കുക. അതിനുശേഷം ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഉപ്പ് പോരാ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കായപ്പൊടി ഇച്ചിരി ഏറെ ചേർത്ത് കൊടുക്കണം രസത്തിന്. ഇനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയില, കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ രസമാണ്. പരിപ്പ് രസം, ടൊമാറ്റോ പരിപ്പ് രസമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണക്കമീൻ വറുത്തതും രസവും ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ ഗംഭീര ഊണായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.